ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായി മാറ്റിവെച്ച ഒരു ജോലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ ചെയ്യാനിട്ട് ഒന്ന് മാറ്റിവെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സോഫ ക്ലീനിങ് ആണ്. സോഫ ക്ലീനാക്കുന്ന ഇടം മൊത്തം ഒന്ന് ക്ലീനാക്കി അവിടെ കുറച്ച് വർഗും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മൊത്തം ക്ലീനാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം സോഫ ഇങ്ങനെ നല്ല രീതിക്ക് സോപ്പിട്ട് കഴുകാമെന്ന് കരുതിയിട്ടാണ്. കാരണം കുട്ടികളുടെ വീട്ടിൽ ഫുഡിൻ്റെ ആയിക്കോട്ടെ, ചിലപ്പം വേറെ എന്തെങ്കിലും പിന്നെ യൂറിൻ പാസ് അങ്ങനെ എന്തെങ്കിലും സോഫേൻ്റെ ഉള്ളിൽ കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യുമ്പം സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അതിന് എത്ര തന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ചെടുത്തെന്ന് കരുതിയാലും ഒരു മണം സ്മെല്ല് എന്തായാലും ഉണ്ടാവും. അപ്പം നല്ലോണം കഴുകി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ അത് ഒരു ഫ്രഷ്നെസ്, ഒരു പുതിയത് തന്നെ നമ്മളെ സോഫ നമുക്ക് കിട്ടും ചെയ്യുമല്ല. പിന്നെ ചിലർ ഇപ്പം ഞാൻ ക്ലീനാക്കുന്ന സമയത്ത് ചില സംശയങ്ങളുണ്ടാവില്ല. പൂപ്പൽ വരൂലേ ഇങ്ങനെ ആകുമ്പം, മരത്തിന് എന്തെങ്കിലും കേടുപാട് വരൂലേ, അങ്ങനെ ചില സംശയങ്ങൾ മനസ്സിൽ തോന്നിയേക്കാം. അപ്പോൾ ഞാനിത് ഈ രണ്ട് സാധനം വാങ്ങിയിട്ട് 8 വർഷമായി. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് നല്ലോണം കച്ചറായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുവരെ ചെയ്തതിൽ പൂപ്പലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ മാക്സിമം മരത്തിന് തട്ടാത്ത വിധത്തിൽ ചെയ്ത് പിന്നെ നല്ലോണം വെയിൽ കൊണ്ട് ഉണക്കിയാലില്ലേ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. കാരണം മോനിക്ക് ചിലപ്പോൾ തൈരെല്ലാം കൊടുത്തെന്ന് വിചാരിച്ചാൽ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മോൻ വന്നിട്ട് ഫുള്ളും ഇതിൽ മറിക്കും. അപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലിക്വിഡ് ഇട്ട് തുടച്ചാലും ആ ഒരു വൈറ്റ് കറ അങ്ങനെ ഉണ്ട്, പോകുന്നേ ഇല്ല. അപ്പം ആരെങ്കിലും വന്ന് ഇരിക്കുമ്പം അതൊരു കാണുമ്പോൾ ഒരു മോശം വൃത്തികേടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സോപ്പ് ഒഴിച്ചിട്ട് കഴുകിയിട്ട് നല്ല രീതിക്ക് ഉണക്കാം എന്ന് കരുതുന്നു കേട്ടോ. വെയിലത്ത് ഉണക്കാമെന്ന്. കാരണം ഇപ്പോൾ നല്ല വെയിലില്ല, പെട്ടെന്ന് നമുക്ക് 2 ദിവസം ഒന്ന് വെയിലിട്ടാൽ തന്നെ നല്ല രീതിക്ക് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ സോഫ ക്ലീനിങ്ങും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സോഫ ക്ലീനാക്കുന്ന ഇടവും അതുപോലെ തന്നെ എൻ്റെ വിറകെല്ലാം ഒന്ന് ശരിയാക്കുന്ന വീഡിയോ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ സോഫൻ്റെ മെറ്റീരിയൽ ഇങ്ങനത്തേതായതുകൊണ്ട് തന്നെ ഞാൻ കട്ടിയുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല ഞാൻ ഇത് സോപ്പും കൊണ്ട് ഒന്ന് ഉരച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ദേഹത്തെല്ലാം ഉരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം ആക്കുന്ന ഒരു കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതുപോലത്തെ ബ്രഷ് ഉണ്ടാവില്ല, ഒരു ചേരി മാതിരി, അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ടൈപ്പ്. അതാകുമ്പം നമ്മൾ ഈ തുണിക്കോ ഇങ്ങനെ ഉരക്കുന്നതുകൊണ്ട് കേടുപാട് വരില്ല. കാരണം നമ്മൾ കട്ടിയുള്ളതാകുമ്പം ചിലപ്പോൾ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ വാഷ് ലിക്വിഡ് ഇല്ലേ, വാഷ് ചെയ്യുന്ന ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതിനാകുമ്പോൾ കുറച്ച് സ്മെല്ലും പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ മറ്റേ കംഫേർട്ടും കൂടി ഒഴിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. പിന്നെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ തന്നെ നല്ല അടിപൊളിയായി പുത്തനാവും, നമ്മൾ പുതിയത് വാങ്ങിയ മാതിരിയാവും. പിന്നെ കരിമ്പിലടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോകുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം എൻ്റെ സോഫയൊക്കെ നല്ലോണം എൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഡേമ ലൈഫ് വീഡിയോയിലെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റും. കാരണം തല വെക്കുന്ന സ്ഥലത്തെല്ലാം ചിലപ്പോൾ കുട്ടികൾ കിടക്കുമ്പോൾ എണ്ണേൻ്റെ എല്ലാം ഉണ്ടാവില്ല, അപ്പോൾ ആടലൊരു കരിമ്പലടിച്ച മാതിരി ഉണ്ടായിനി. ഇപ്പം ഉണങ്ങിയ ശേഷം ഇതെല്ലാം കാണുമ്പോൾ ഇല്ലേ അങ്ങനത്തെ ഒന്നുമില്ല, ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് മാക്സിമം നല്ല രീതിക്ക് തന്നെ ഉണക്കിയെടുക്കണം. കാരണം വെള്ളം ഫുള്ളായിട്ടും പോകുന്ന വിധത്തിൽ ചെയ്താലില്ല നമ്മൾ ഈ ഒരു സോഫ കുറേ നാൾ നിൽക്കും, ഒരു കേടുപാടോ ഒരു പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പൂപ്പൽ വന്നോ അങ്ങനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറച്ച് ഞാൻ വീണ്ടും ഇതൊരു വീഡിയോയിൽ ചെയ്യുമ്പം അത് ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണിച്ചു തരാം പൂപ്പൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നെല്ലാം. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ക്ലീനിങ്. ഇനി ഇതെല്ലാം ക്ലീനാക്കിയിട്ട് കുറച്ച് കസാലയും കൂടി കഴുകാനുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വെള്ളമടിച്ചിട്ട് ഈ കഴുകുന്ന ഇടമെല്ലാം ഒന്ന് നീറ്റാക്കാനും ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. പുതിയ വ്യവസായങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.
ഇനി ഈ ഭാഗങ്ങളിൽ ഞാൻ നല്ലോണം ഒന്ന് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് കഴുകുന്നുണ്ട് കേട്ടോ, ഉരച്ചിട്ട്. അപ്പം ഇവിടെ വൃത്തിയാക്കിയ ശേഷം പിന്നെ ഞാൻ സോപ്പൊക്കെ കഴുകിയത് ഇവിടെ ഒന്ന് വെക്കാമെന്ന് കേട്ടോ കരുതുന്നത്. കാരണം കുറച്ച് വെള്ളമെല്ലാം പോയ ശേഷം പുറത്തുനിന്ന് വെയിൽ കൊള്ളിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കിയ ശേഷമാണ് ഒരു സൈഡ് ക്ലീൻ ആക്കാമെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സൈഡ് ഞാനിങ്ങനെ സോപ്പ് ഉപയോഗിച്ച് നല്ലോണം ഇത് രണ്ട് സൈഡ് വൈപ്പും ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് ബ്രഷും ചെയ്യുക, അങ്ങനെ വെച്ചാൽ ഉരക്കും ചെയ്യുക. അപ്പം അങ്ങനെ രണ്ട് ഉപയോഗമുള്ള ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് ഒന്ന് ഉരച്ച് കഴുകിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പം കഴുകി വെച്ച സോഫയിലൊന്ന് കമിറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വെള്ളം നല്ലോണം പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് സൈഡിൽ സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന് ചെരിച്ച് വെച്ച ശേഷം വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ഒരു ഏരിയയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയാണ് കേട്ടോ കുറച്ച് വിറകെല്ലാം സ്റ്റോർ ചെയ്യൽ. കാരണം പെട്ടെന്ന് ഇപ്പോൾ മഴയോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ വിറകെല്ലാം വെച്ചാൽ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ ആകുമ്പം മഴയോ കാര്യമോ വെള്ളമോ ഒന്നും തെറിക്കൂലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിറകെല്ലാം ഞാൻ ഇവിടെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യൽ. ഇപ്പോൾ മഴക്കാലമല്ല വേനൽക്കാലമായാലും മഴക്കാലത്തില്ല കൂടുതൽ ഇവിടെ സ്റ്റോർ ചെയ്യൽ വിറകെല്ലാം. അപ്പം അതെല്ലാം ആകെ ഇങ്ങനെ പൊടി പിടിച്ചിട്ട് ഒരു പൊടിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് തട്ടിയിട്ട് എല്ലാം അടിച്ച് വാരി ഒന്ന് അവിടെയെല്ലാം ഒന്ന് തുടച്ച് കഴുകിയിട്ട് ഞാൻ ചാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിറക് നല്ല അടുക്കി വെക്കാമെന്ന് കേട്ടോ കരുതുന്നത്. അതാകുമ്പോൾ നിലത്ത് പൊടിയൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഉള്ളിൽ നമ്മൾ വിറകടുപ്പിൻ്റെ താഴെയായിട്ട് ഞാൻ വിറക് സ്റ്റോർ ചെയ്യുമ്പം ഇങ്ങനെ ചാക്ക് വെച്ചിട്ടില്ലേ വിറക് സ്റ്റോർ ചെയ്യലാണ് കേട്ടോ. അതാകുമ്പോൾ ഏറ്റവും എളുപ്പമാണ്. കാരണമില്ല നമുക്ക് ക്ലീൻ ആക്കുന്ന സമയത്തില്ലേ ആ ചാക്കിലാണ് മുഴുവൻ പൊടി ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയാനേ ഉണ്ടാവും, പൊടി തട്ടാനേ ഉണ്ടാവും, നിലത്താവില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാമെന്ന് കേട്ടോ കരുതുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് പുറത്തിട്ടിട്ട് അതിന് ശേഷം പിന്നെ കസാലെല്ലാം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം മൊത്തത്തിൽ കഴുകി എടുത്ത ശേഷം ഉണങ്ങിയ ശേഷം വിറകെല്ലാം സെറ്റാക്കാന്ന് കേട്ടോ കരുതുന്നത്. അപ്പം അതിന് മുമ്പ് വീടെല്ലാം ഈ ഒരു നിലയെല്ലാം കഴുകുന്നതിന് മുമ്പ് കുറച്ച് കസാല കാര്യങ്ങളുണ്ട്. മോൻ്റെ ഫുഡ് ചെയർ ജസ്റ്റ് ഉള്ളിൽ നിന്ന് തുടക്കുന്നല്ലാണ്ട് ഒരു ഡീപ്പായിട്ട് ഞാൻ കഴുകാൻ പറ്റാറില്ല കേട്ടോ. ഉള്ളിൽ നിന്ന് ചിലപ്പം നല്ലോണം ഉണ്ടെങ്കിൽ ബാത്റൂം ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നല്ലാണ്ട് നല്ലോണം ഒന്ന് പുറത്തുനിന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം മൊത്തത്തിലും പിന്നെ ഉപയോഗിക്കുന്ന കസാല, അപ്പോൾ കസാലിൻ്റെ അടിയെല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ വണ്ണാമ്പലെല്ലാം പിടിച്ച്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട് മോൻ്റെ ചെയർ. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് നമ്മൾ നേരത്തെ ഒരു സൈഡ് ക്ലീൻ ആക്കിയിട്ട് അവിടെയെല്ലാം ഒന്ന് കഴുകിയ ശേഷം അവിടെ വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാം കഴുകിയിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ഞാൻ ഈ ഒരു നിലമെല്ലാം ഒന്ന് അതേപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഒരു വൈകുന്നേരം ഒരു മഗ്‌രിബിന് സമയമായി, അപ്പോഴത്തേക്കും ഇത് ഫിനിഷ് കഴിയണം. അപ്പോൾ അതാ ഞാനിത് 2 ദിവസം വെയിലിട്ട് ഉണക്കിയതാണ് കേട്ടോ. അത് കരിമ്പുരോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.